ഹലോ ഫ്രണ്ട്സ്, ഗെയിമർ ജൂനിയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു BR ഗെയിം പ്ലേ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്ന തന്നെ ഫസ്റ്റ് തന്നെ പറയാം, എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും വലുതായിട്ടൊന്നും അറിയത്തില്ല. ഉള്ള കഴിവ് വെച്ചാണ് ചെയ്യാറുള്ളത്. നമ്മൾ അതുകൊണ്ട് ആ രീതിയിൽ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടുപേരെ വിളിച്ച് സ്ക്വാഡാണ് കളിക്കുന്നത്. ഇനി നിങ്ങൾ കളി കണ്ടോ. പിന്നെ ഗെയിം സ്റ്റാർട്ടായി കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ ബിമാസയിലാണ് ഇറങ്ങിയത്, അഥവാ നമ്മൾ ബംഗ്ലാദേശ് അങ്ങനെയൊക്കെ വിളിക്കും, നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. പിന്നെ ബിമാസയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കയറി പോയത് തന്നെ തോംസൺ കിട്ടി. തോംസനും എടുത്തിട്ട് തിരിച്ചു പോകണം. മാഗും കിട്ടിയായിരുന്നു. പിന്നെ മാഗും എടുത്ത് കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്ത് ഓടി പോയപ്പോഴും ഒരു അടി നടക്കുന്ന ശബ്ദം കേട്ടായിരുന്നു. ഇതിൽ കേട്ടായിരുന്നു, ഇവിടെ മാപ്പിൽ മാർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ആ എൽ ഷേപ്പിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ ടീമേറ്റ് അവനെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് എനിമി നമ്മൾ കണ്ട് അവനെ നൈസായിട്ട് എൻട്രി എടുക്കുകയും ചെയ്തു. അവനെയും കില്ല് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ലൂട്ടും അടിച്ചുകൊണ്ടിരുന്ന് സ്കാറും എടുത്ത് തോംസൺ മാറ്റിയിട്ട്, എന്നിട്ട് അടുത്ത എനിമി ഓടിപ്പോണ കണ്ടു. പിന്നെ അവനെ അടിക്കാൻ നോക്കി, അടിച്ച് കിട്ടിയൊന്നുമില്ല. പിന്നെ നോക്കിയപ്പോഴും അവനെ അടിച്ചിട്ട് പോവാൻ നേരത്ത് ബാക്കിൽ നിന്ന് ഒരുത്ത് അടിച്ച് അവൻ നൈസായിട്ട് കുത്തി പിടിച്ച് മാഗിട്ട്, എന്നിട്ട് അവനെ കില്ലും ഫിനിഷ് ചെയ്തിട്ട് അടുത്ത എനിമിയുള്ള സ്ഥലം നിന്നിട്ട് അവിടെ പോയി നമ്മളെ ടീമേറ്റിന് അടി കൊണ്ടുകൊണ്ടിരുന്നു. നമ്മൾ സപ്പോർട്ട് കൊടുക്കാൻ പോയത് നമ്മളെ കില്ല് നൈസായിട്ട് അവൻ കുമ്മിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ എനിമീനെ കിട്ടി. അവൻ എൽ ഷേപ്പ് വീട്ടിൻ്റെ വണ്ടിയിലായിരുന്നു. അവനെ ഹെൻറി കയറി എടുക്കാൻ പോയപ്പോഴും ഹെൻറി നോക്കായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ഞാൻ വന്ന് അവനെ എടുത്തിട്ട് ഹെൻറിനെയും പൊക്കിയിട്ട് വീണ്ടും അവൻ തിമിത്തിട്ട് പൊങ്ങിക്കൊണ്ടിരുന്നതും അവനെ വീണ്ടും നോക്കിയിട്ട് കില്ലങ്ങ് ഫിനിഷ് ചെയ്ത് ടോട്ടലി 2 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം ബിമാസയിൽ കിടന്ന് കറങ്ങി ലാസ്റ്റ് ഒരുത്തനെ വീണ്ടും കിട്ടിയായിരുന്നു. അവനാണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെ ഡാമേജ് എടുത്തു. ഞാനാണെങ്കിൽ നൈസായിട്ട് കയറിപ്പോയി ഗ്ലൂ വാളിൻ്റെ ബാക്കി നോക്കുന്ന അവയില്ല. അപ്പോഴേ മനസ്സിലായി അത്ര ദൂരത്തൊന്നും ഓടിപ്പോയി കാണില്ല, ഇവിടെ അടുത്ത് തന്നെ കാണും. പിന്നെ നമ്മൾ ആ ടവറിൻ്റെ ബാക്കിൽ പോയി നോക്കാൻ പോയപ്പോൾ ആശയം നമ്മൾ കുത്തിയിരിക്കുന്ന അവിടെ അവനെ നമ്മൾ വന്നതും കണ്ടില്ല. അവൻ നൈസായിട്ട് അവനെ കില്ല് അടിച്ച് അവൻ അങ്ങനെ ടോട്ടലി 3 കില്ല് എടുത്തിട്ടുണ്ടായിരുന്നു. അവനെയും കില്ല് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയി ഹെൻറിയുടെ അടുത്തായിരുന്നു. ഹെൻറി നല്ല രീതിയിൽ അടി കൊണ്ട് മഷിയായി. ലാസ്റ്റ് ഹെൻറി വീഴുകയും ചെയ്തു. നമുക്ക് റിവൈവ് ചെയ്യാനും പറ്റില്ല. അവന്മാരാണെങ്കിൽ ഒരു സ്ക്വാഡ് തന്നെ നിന്ന് അടിക്കുന്നു നമ്മളെ തന്നെ. അപ്പോഴേ മനസ്സിലായി ഇവിടെ നിന്ന് അത്ര പന്തിയല്ല. ലാസ്റ്റ് നമ്മൾ ജീപ്പ് കൊടുത്തുകൊണ്ട് നേരെ പോയത് ഹെൻറിനെ പൊക്കാനാണ്. എല്ലാ ടീമേറ്റിനൊക്കെ അടി കിട്ടി. പക്ഷെ എനിക്ക് ഒന്നും പറ്റിയില്ല, എന്തെന്നറിഞ്ഞില്ല, ഭാഗ്യവശം. അങ്ങനെ നമ്മൾ ഹെൻറിനെയും അവ റിവൈവ് ചെയ്ത് പിന്നെ നമ്മൾ വീണ്ടും ക്ലോക്കിൽ തന്നെ മാസ് കാണിക്കാൻ പോയായിരുന്നു. ഗൈസ്, നമ്മളടിച്ച സ്ക്വാഡാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയായിരുന്നു. അങ്ങനെ നമ്മൾ പേടി വെള്ളി കാലെ ചുറ്റിയാണെങ്കിൽ ആ സെയിം സ്ക്വാഡ് തന്നെ നമുക്ക് കിട്ടി. അതിൽ ഒരുത്തനെ ഞാൻ എടുത്ത് ബ്ലഡ് അടിക്കാൻ സമയം വന്നില്ല, അതിനെ കെയർ ചെയ്യാൻ വരാൻ നോക്കി. അവനെ കുറച്ച് ഡാമേജ് അടിച്ച് വെച്ചിരുന്ന് നമ്മൾ പയ്യെ മെഡിക്കറ്റ് അടിച്ച് അവനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ വീട്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടീം നല്ല രീതിയിൽ സപ്പോർട്ട് തന്ന് അവനെ അങ്ങ് കൊണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തുള്ള നമ്മൾ അടിച്ച സ്ക്വാഡിൻ്റെ 2 പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സ്കാർ ലെവൽ 3 ആക്കി വീണ്ടും ഹെൻറിയിലൂടെ വണ്ടിയിൽ കയറി അങ്ങ് പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ 4 കില്ലും ആയിട്ടുണ്ടായിരുന്നു. സ്പോട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ഹെൻറിയുടെ അടുത്ത് തന്നെ കില്ലെടുത്തു. അങ്ങനെ അവനെ നമ്മൾ കൊന്നിട്ട് നിൽക്കാൻ നേരത്തായിരുന്നു നല്ല അടി അടക്കമായിരുന്നു ഇവിടെ. കാരണം ഫുള്ള് മാപ്പിൽ റെഡ് മാർക്കിംഗ് ആയിരുന്നു. അങ്ങനെ നമ്മൾ എനിമീനെയൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എനിമിയൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറങ്ങി അങ്ങ് പൊട്ടിക്കൊണ്ടിരുന്നു. കറങ്ങി പോണ സമയത്ത് തന്നെ കറക്റ്റ് ഹെൻറിനെ ഒരുത്തം മണ്ടയിൽ നിന്ന് അടിച്ച് നോക്കാക്കിയിട്ട് നോക്കിയോ, ഒരു സൂപ്പർ അടി. നമ്മൾ സമയത്ത് ബാക്കിൽ നിന്ന് ഗ്ലൂ വാൾ വിട്ട് ഹെൻറിനെ പൊക്കിക്കൊണ്ടിരുന്നു. അവൻ ഗ്ലൂ വാളൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല സംഭവം. പിന്നെ അവനിക്ക് ബാക്കിൽ നിന്ന് അടി കിട്ടി. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ആയി. കാരണം നമ്മളടിക്കാൻ ഒരുത്തനും ഇല്ലയെന്ന് വിചാരിച്ചിരുന്നപ്പോൾ കറക്റ്റ് നമുക്കും ബാക്കിൽ നിന്ന് അടി വന്നു. നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറിയിരുന്ന് സേഫായി. നമ്മളവിടെ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്ത് ആരെങ്കിലും വരുമോ എന്നൊക്കെ മെഡൊക്കെ അടിച്ച് ലൈഫൊക്കെ ഫുൾ ചെയ്ത് നിൽക്കുകയായിരുന്നു.
പിന്നെ ഇൻഹേലർ ചോദിച്ചു. ഹെൻറിക്ക് ഇൻഹേലറും കൊടുത്തിട്ട് നമ്മൾ അവിടെ തെറിച്ചത് വെളിയിൽ പോയി. ബാക്കി മണ്ടയിലുള്ളവനെ എടുക്കാറുണ്ട്. മണ്ടയിലുള്ളവനെ എടുക്കാൻ പോയി മണ്ടയിലുള്ളവൻ ഇല്ലായിരുന്നു. ലാസ്റ്റ് നോക്കുന്ന ലോങ്ങിൽ നിന്ന് ഒരടി താങ്ങലും കൊടുത്ത് വെച്ച് കത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. ലാസ്റ്റ് കവറെടുത്ത് ഇതിൻ്റെ ബാക്കിൽ നിൽക്കുകയായിരുന്നു. നമ്മൾ വീണ്ടും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്ത് അവനെ എടുത്തിട്ടേ പോകാനുള്ള മൈൻഡ് സെറ്റിലായിരുന്നു. ലാസ്റ്റ് വിചാരിച്ചാണെങ്കിൽ തന്നെ അവൻ തല എടുത്ത് വെളിയിലിട്ടു. ഞങ്ങൾ കണ്ടു നോക്കും. നിങ്ങളെ കണ്ടാണെങ്കിൽ അത് കണക്ക് കുത്തി അങ്ങ് പിടിച്ച് സ്കാറിട്ട് ഒന്നും നോക്കിയില്ല. അവനെ കുത്തിയും പിടിച്ച് നമ്മൾ നേരെ വിട്ട ക്ലോക്ക് ടവറിൽ നല്ല എനിമി ഉണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ കയറി വന്നത് തന്നെ നല്ല അടിയടക്കായിരുന്നു. ലാസ്റ്റ് ഞാൻ താഴെ പോയി ടോക്കനും എടുത്തിട്ട് മണ്ടേ പോയി. അപ്പോഴത്തേക്കിനെ ഏതാണ്ട് ഞാൻ ഇവിടെ കാണിക്കുമായിരിക്കും. ഒരുത്തൻ വന്ന് ഇറങ്ങുന്ന കണ്ട് അവനെ ഹെൻറി നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് വെക്കി അവനെയും നോക്കെടുത്തു. ലാസ്റ്റ് നമ്മൾ വന്ന് ഇതിലുള്ള ഒരുത്തനെ പൊക്കി. ഒരാളെ നെറ്റ് പോയി കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് പൊക്കാത്ത. പിന്നെ നമ്മൾ മണ്ടേ പോയി നിന്നായിരുന്നു. ഇനിയാണ് കളി കേസ്. ഇതോടെയാണ് കളി മാറാൻ പോകുന്നത്. ഇപ്പോൾ 5 കില്ലാണ്. ഹെൻറിയാണ് താഴെ പോയി ഒരുത്തനെ എടുത്തു. നമ്മൾ അവനെ കില്ലും വിൻസ് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഇവിടെ വേണമെങ്കിൽ ലാസ്റ്റായിട്ട് എനിമി കുറേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ SG ബുള്ളറ്റും എടുത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരുത്തൻ വന്നിട്ട് ഫ്രണ്ട് വന്ന് ചാടി അവനെ മേഘത്ത് കുത്തി പിടിച്ചിട്ട് അവൻ ഓടി ജമാത്ത് കിട്ടി. ലാസ്റ്റ് വെയിറ്റ് ചെയ്ത് കളിച്ചാണെങ്കിൽ തന്നെ ഹെൻറിക്ക് നല്ല അടിയിട്ട് ഹെൻറി ഒരാളെ നോക്കും ചെയ്ത് വീഴുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഹെൻറിനെ റിവൈവ് ചെയ്തിട്ട് പെട്ടെന്ന് ഫ്രണ്ടിൽ പോയി. കാരണം ഒരുത്തൻ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കയറി വരാൻ വെയിറ്റ് ചെയ്തു. പക്ഷെ അവൻ വന്ന കണക്ക് നമ്മൾ അവിടെ ഒരു ലാൻഡ് മൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് കണക്ക് വീഴുകയും ചെയ്ത് ടോട്ടലി 6 കില്ലും അടിച്ചു. 6 കില്ലും അടിച്ചിട്ട് അടുത്ത എനിമീനെ നോക്കി. ഇപ്പോഴത്തേക്ക് ഹെൻറി വീണ് താഴെ ഫുള്ള് എനിമിയായി. നമ്മൾ പണി കിട്ടി ഗൈസ്. ലാസ്റ്റ് ഒരുത്തന്നെ സ്പോട്ട് ചെയ്ത് അവൻ്റെ തല അങ്ങ് അടിച്ചു പൊട്ടിച്ച് അവൻ്റെ സ്ക്വാഡ് തന്നെ അങ്ങനെ തീർന്നിട്ടുണ്ട്. ടോട്ടലി 7 കില്ല്. വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നപ്പോൾ താഴെ ഒരുത്തനെ വന്ന് അവനെയും കുത്തിപ്പിടിച്ച് അവനെയും കില്ല് ഫിനിഷ് ചെയ്തിട്ട് എനിമി 2 പേരെ വായിൽ പോയി കയറി കൊടുത്തു. നമ്മൾ ഒരു ബുദ്ധിയോടെ കളിച്ച് ഒരുത്തനെ എടുത്തു. പക്ഷെ വേറൊരു തവണ മാഗിട്ട് നല്ല രീതിയിൽ കുത്തി പിടിച്ചാൽ കൂടുതൽ. അതോടെ കളിയും തീർന്ന് നമ്മൾ ബൂയായി അടിക്കാൻ പറ്റിയില്ലേ. അത്രേ ഉള്ളൂ. പക്ഷേ ലാസ്റ്റ് വരെ നിന്നു. പിന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ബൈ ബൈ.